എടുത്താൽ മതി കേട്ടോ. സൂം ചെയ്തങ്ങ് എടുത്താ സൂം ചെയ്ത് കൈയൊന്ന് മാറ്റി. കൈയൊന്ന് മാറ്റാം. ഇത് ഇതുണ്ട്. പൊടി എടുത്തോണ്ടെല്ലാം പൊടി പോലെ കാണുന്നത്. കളർ കണ്ടുപിടിച്ചാൽ കളർ കണ്ടുപിടിക്കാൻ മൊത്തം ബ്രൗൺ ആയിരിക്കല്ലേ. കഴി വരുമ്പോ എല്ലാം കൂടെ തിരിഞ്ഞ ആ കളറൊന്ന് നോക്ക്. അതങ്ങ് സൂം ചെയ്യട്ടെന്നാ. ഇതിന്റെ രണ്ടില് പൊടികളാ പൊടികളാ അതൊക്കെ മനസ്സിലാവൂടാ. അതിനെന്തായാലും പിടിയുണ്ടല്ലോ. ഈ സാധനത്തിന്റെ എവിടെയല്ലേ MC കേട്ടോ. ഇതൊരു കണക്കിട്ട് ഇത് ഊരാൻ തോന്നുന്നു. ഊരുമ്പോ അതെല്ലാം കൂടെ വീഴും. മതി അത്ര മതി. ബാക്കി നമുക്ക് കുറച്ച് അറിയാവോ പ്ലസ് മൈനസ് ഏതാന്ന്? അറിയാം. പ്ലസ് മൈനസ് ഒന്നുമില്ല, ഈ ഒറ്റ ഫേസേ ഉള്ളത്. ഈ 3 വർഷത്തിനുള്ളിൽ ഈ വണ്ടിക്ക് കാര്യമായ കംപ്ലൈൻറ്റുകൾ വന്നിട്ടില്ല. ഏകദേശം ഒരു 2100 രൂപ 2500 രൂപയ്ക്കുള്ളിലുള്ള കംപ്ലൈൻറ്റുകൾ മാത്രമേ ഈ 3 വർഷത്തിനുള്ളിൽ നമുക്ക് ഇതിന് വന്നിട്ടുള്ളൂ. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ല സൂപ്പറാണ്. ഒരു തുരുമ്പ് പോലും ഇപ്പോഴും ഇതിനകത്ത് വന്നിട്ടില്ല. നമുക്ക് വളരെ തുച്ഛമായ ചെറിയ തുരുമ്പുകൾ മാത്രമേ വന്നിട്ടുള്ളൂ ഈ 3 വർഷം കഴിഞ്ഞിട്ടും. ഫ്രണ്ട് സൈഡ് ഒഴിച്ച് ബാക്ക് സൈഡ് എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. എന്നാൽ ഉള്ളിലുള്ള ചാർജിങ് കൺട്രോളറുകൾ തുടച്ചെടുക്കുക മാത്രമാണ് ചെയ്തത്. വേറെ വണ്ടിയുടെ കളറായിരുന്നില്ലേ ഇടിച്ച് തേച്ച കളർ. അവിടെ അത് അറിയോടി, അത് പോവും. അത് പോയല്ലോ. നീറ്റായല്ലോ അത്. ഇതൊക്കെ വരപ്പാ തോന്നുന്നു. ഓക്കെ, ചിലപ്പോൾ പോവും. അത് പോയല്ലോ. അത് പോയി. ക്വാളിറ്റിയുള്ള പെയിൻ്റ് ആട്ടോ അടിച്ചത്. അത് പറഞ്ഞതാ. മറ്റേത് തേഞ്ഞ അവരുടെ വണ്ടിയുടെ പെയിൻ്റ്. നോക്ക് ഫ്രണ്ട്സ്, ഇതിനകത്തേക്ക് ബാറ്ററി വെക്കുന്ന സ്ഥലമാണ്. ഇപ്പോഴും ഇവിടെ നിന്ന് ഒരു തുരുമ്പ് പോലും വന്നിട്ടില്ല. നോക്കുക, തുടച്ചെടുത്തപ്പോൾ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇത്രയും നല്ലതാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഇനി ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു അപ്ഗ്രേഡ് മോഡലായ നെക്സസ് എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് 2.5-3 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും എന്ന് അവർ പറയുന്നുണ്ട്. 1,35,000 രൂപയാണ് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് എന്നാണ് അവർ പറഞ്ഞത്. ഒരു 40,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഈ വണ്ടി മുതലാവും. ഇപ്പോൾ തന്നെ 3 വർഷം കഴിഞ്ഞു. ഏകദേശം 23,000 മുകളിൽ കിലോമീറ്റർ ആയിട്ടുണ്ട്. ഈ വണ്ടി ഞാൻ എടുക്കുമ്പോൾ 1,00,000 താഴെയാണ് പ്രൈസ് ആയത്. കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. നോക്കൂ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട കൺട്രോളറുകളും പിന്നെ അതുപോലെ കൺവെർട്ടറുകളും ഒക്കെ. ഈ 2 ഡിവൈസുകൾ മാക്സിമം വെള്ളം നനയ്ക്കാതെ നമ്മൾ തുടച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തത്, തുടച്ച് വൃത്തിയാക്കിയതാണ്. MC കാണിച്ചടി. ഓക്കെ, വെക്കാം. MCB ഇതിനകത്ത് MC കൊടുക്കട്ടെ. ജസ്റ്റ് MCB കഴിയായിരുന്നു. നോക്ക്, ഞാൻ MCB
ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഈ ഒരു ഭാഗം നോക്കുക. മൈലേജ് കുറയാൻ കാരണം ഈ ഭാഗത്ത് തുരുമ്പ് പൊടികളൊക്കെ കയറുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രിക്ഷൻ ആകും, ഒരു മുറുക്കം ഉണ്ടാകും, അപ്പം നമുക്ക് മൈലേജ് കുറയും. അപ്പോൾ അതിനായിട്ട് നമ്മളിത് സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം ഇത് റൈസ് ചെയ്യിപ്പിച്ചാൽ മതി. സെൻറ്റർ സ്റ്റാൻഡ് വെച്ച് നല്ല വൃത്തിയായിട്ട് ഈ വീല് കറക്കിയാൽ മതി. കറക്കിപ്പം ഇവിടെ എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ WD-40 പോലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന മൈലേജ് ഒരു നല്ലൊരു ശതമാനം മൈലേജ് കൂടും. ഇപ്പം എനിക്കിപ്പോൾ ഒരു നേരത്തെ ഒരു 90 കിലോമീറ്റർ കിട്ടുന്നിടത്ത് ഇപ്പോൾ ഒരു 100 പുറത്ത് മൈലേജ് നമുക്കിപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സാധനം നോക്കുക, ഇതൊരു WD-40 ഈ നമ്മുടെ കോൺടാക്ട്സിനകത്തെല്ലാം നമ്മൾ സ്പ്രേ ചെയ്യണം. ബ്രാസിൻ്റെ കോൺടാക്റ്റിനകത്തൊക്കെ ഉണ്ട്, അതിനകത്ത് ക്ലാവുകൾ തുരുമ്പുകളൊക്കെ ഇത് പോകാൻ വേണ്ടിയിട്ടൊരു നല്ലൊരു സാധനമാണ് ഈ ഒരു സാധനം. നോക്കുക, ഇത് വളരെ ഉപയോഗമുള്ളൊരു സാധനമാണിത്. ഇത് വെച്ച് നമുക്ക് ഓരോ ജോയിൻറ്റുകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യണം. അതുപോലെ നമ്മുടെ ഈ സ്വിച്ചുകൾ, വണ്ടിയുടെ സ്വിച്ചുകളൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മറ്റേ അഴുക്കുകളും തുരുമ്പുകളൊക്കെ ഉള്ള ഒരു ഫ്രിക്ഷൻ നമുക്ക് മാറിക്കിട്ടും.